മൂന്നാറിൽ മുംബൈയിൽ നിന്നെത്തിയ വിനോദസഞ്ചാരിയായ യുവതിയെ ടാക്സി ഡ്രൈവേഴ്സ് തടഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ ഡ്രൈവേഴ്സിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും എന്നുള്ള വാർത്ത വരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ രാഹുൽ വിജയൻ ചേരുന്നു വിവരങ്ങളുമായി. പറയൂ രാഹുൽ, നമുക്ക് ദേശീയ തലത്തിൽ ഒരു ചെറിയ ഇടി കിട്ടിയ കേസാണിത്. ഇതിൽ കടുത്ത നടപടിയെടുത്താൽ മാത്രമേ ഇനിയൊരു സഞ്ചാരിക്കും ഈ അനുഭവം വരാതെ ഇരിക്കൂ. കേരളത്തിനാകെ നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു മൂന്നാറിൽ മുംബൈ സ്വദേശിനിയും ജാൻവിക്ക് നേരെ ഉണ്ടായ ഈ സംഭവം. ജാൻവിയെ തടഞ്ഞു വെക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത 3 ടാക്സി ഡ്രൈവർമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തതാണ്. പക്ഷേ കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 3 ഡ്രൈവർമാരുടെയും ലൈസൻസ് റദ്ദ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണ്. ഇത് സംബന്ധിച്ച് മൂന്നാർ ഡിവൈഎസ്പി മോട്ടോർ വാഹന വകുപ്പിന് ശുപാർശ നൽകിയിട്ടുണ്ട്. ഇവരുടെ ലൈസൻസ് റദ്ദ് ചെയ്യാവുന്നതാണ്. ഇവരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നതടക്കം ഒരു ടാക്സി ഡ്രൈവർമാർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മോട്ടോർ വാഹന വകുപ്പിന് ഡിവൈഎസ്പി ശുപാർശ കത്ത് നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ജാൻവിയെ തടഞ്ഞു വെക്കുന്ന ആ സമയത്ത് 2 ടാക്സി വാഹനങ്ങളിലും ഒരു ബൈക്കിലുമാണ് ഈ 3 ഡ്രൈവർമാരും എത്തി. അതിൽ ടാക്സി വാഹനങ്ങളുടെ പെർമിറ്റ് റദ്ദ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യം കൂടി പരിശോധിക്കും എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. എന്തായാലും തുടർ നടപടികളിലേക്ക് കടക്കണമെങ്കിൽ ഈ ലൈസൻസും അതുപോലെ തന്നെ പെർമിറ്റും റദ്ദ് ചെയ്യണമെങ്കിൽ ഈ ഡ്രൈവർമാരെ 3 പേരെയും വിളിച്ചു വരുത്തി ഹിയറിംഗ് ഉൾപ്പെടെ നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും നടപടി ഉണ്ടാവുക. എന്തായാലും നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം വലിയ തരത്തിൽ നാണക്കേടുണ്ടാക്കിയ, വലിയ തരത്തിൽ വാർത്തയായ, അതിൽ കേസെടുത്തിട്ടുള്ള മുഹമ്മദ് റിയാസ് അടക്കമുള്ള മന്ത്രിമാർ, അതുപോലെ തന്നെ കെ വി ഗണേഷ് കുമാർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ കർശന നടപടി ഈ ഡ്രൈവർമാർക്കെതിരെ ഉണ്ടാകും എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടി അടിയന്തരമായി തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. മാത്രമല്ല, ഇനി കേസുമായി കൂടുതൽ മുന്നോട്ട് പോകാനില്ല എന്ന് ഈ അപമാനിക്കപ്പെട്ട ജാൻവിയുടെ കുടുംബം പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുത്ത പോലീസ് കൂടുതൽ നടപടികളിലേക്ക് പോകും എന്നുള്ളത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ജാൻവിയുടെ ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം. അതിൽ തുടക്കത്തിൽ ഈ ജാൻവി കേരളത്തെക്കുറിച്ച് പറയുന്ന കേട്ട നമുക്ക് ഊരിപെരുത്തുവും. അത്ര അഭിമാനമുണ്ടാക്കുന്ന കാര്യമാണ്. എത്ര മനോഹരമായ സ്ഥലമാണ്, എത്ര നല്ല ആളുകളാണ് ഇവിടെ, അവരുടെ പെരുമാറ്റം എത്ര നല്ലതാണ് എന്നൊക്കെ പറയുന്ന വീഡിയോയുടെ ആദ്യ ഭാഗമുണ്ട്. രണ്ടാം ഭാഗത്താണ് ഈ മൂന്നാറിലെ ഡ്രൈവേഴ്സിനെ കുറിച്ച് പറയുന്നത്. ഈ ഡ്രൈവേഴ്സ് ശരിക്കും യൂണിയൻകാർ തന്നെയായിരിക്കും. അവരതുകൊണ്ടായിരിക്കാം യൂബർ ടാക്സിയിൽ പോകാൻ അവർ പ്രശ്നം ഉണ്ടാക്കിയതും യൂബർ അവിടെ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞതും അതിന് അവരെ സഹായിക്കണമെന്ന പോലീസുകാർ കൂടി ഈ യൂണിയൻ ഡ്രൈവേഴ്സിൻ്റെ കൂടെ ചേർന്നതും നിരാശാജനകമായ കാര്യമായി പോയി. ഈ ശരിക്കും ഈ യുവതിക്ക് സംഭവിച്ചത് ഇനി ഒരാൾക്കും കേരളത്തിലെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും സംഭവിക്കാതിരിക്കട്ടെ. അത്ര കർക്കശമായ നടപടികൾ വരികയും ആ നടപടികൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയും വേണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ടൂറിസം നമ്മുടെ അന്നമാണ് എന്ന് തിരിച്ചറിയുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.